വെൽക്കം ബാക്ക് ടു മൈ സെഷൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ +2 ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ഇപ്പോൾ അവർ എക്സാമിനേഷൻ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുമ്പോൾ, ഈ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ അടുത്തൊരു മേഖല അവർ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്കുണ്ടായിരിക്കും. ഇപ്പോൾ പല കുട്ടികളും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്താണ് ട്രാവൽ ആൻഡ് ടൂറിസം, ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ ജോലി സാധ്യതകൾ എന്തെല്ലാം, ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ജോലിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കോഴ്സുകൾ എന്തെല്ലാം, പിന്നെ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ എന്തെല്ലാം. കാരണം നമ്മളെ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കോഴ്സ് കഴിഞ്ഞിട്ട്, ഈ ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് കഴിഞ്ഞിട്ട് അനവധി കുട്ടികൾ വെറുതെ നടക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അതേപോലെ ഈ കോഴ്സ് പഠിച്ചിറങ്ങിയ കുട്ടികൾക്കും ഉപയോഗപ്രദം ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയി ടോപ്പിക്കിലേക്കും പോകാം. എന്താണ് ട്രാവൽ ആൻഡ് ടൂറിസം? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യാത്രകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയാണ് ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നതിനെ നമ്മൾ ട്രാവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാവൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നുകിൽ നമുക്ക് ഒഴിവ് സമയം ചെലവഴിക്കാനായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ആവശ്യത്തിനായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് വേണ്ടി പോകുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു യാത്രകളെ നമ്മൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൂറിസം എന്ന് പറയാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് അറിയപ്പെടുന്നത്. പ്രകൃതി രമണീയമാണ് കേരളം എന്ന് പറയുന്നത്. അനന്തമായ സാധ്യതകളാണ് കേരളത്തിന് ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങൾ നമ്മൾ ബിസിനസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു പ്രദേശത്തിനും കേരളത്തിനും ഇന്ത്യക്കും വളരെ വലിയ രീതിയിൽ എക്കണോമിക് ഡെവലപ്മെന്റ് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇനി നമുക്ക് ഈ ഒരു മേഖലയുടെ പ്രധാനപ്പെട്ട സാധ്യതകൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ പരിഗണിക്കുന്ന ഒരു ഘടകം മാത്രമാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. വേറെയും പല ഘടകങ്ങളും വരുന്നുണ്ട്. അത് ഞാൻ തൊട്ട് മുന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു വീഡിയോ കൂടെ കാണാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് എങ്ങനെ ചൂസ് ചെയ്യാമെന്ന് അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട ഒരു ഘടകം മാത്രമാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധ്യതകളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ. കാരണം ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന പല കോഴ്സുകളും ഒരു പക്ഷേ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഉണ്ടായിരിക്കണം എന്നില്ല. അതേപോലെ ഇപ്പോൾ ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്ന പല കോഴ്സുകളൊന്നും നിലവിലില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കോഴ്സുകൾ 10 വർഷം കഴിഞ്ഞാലും നിലനിൽക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് യാത്രകളുമായി ബന്ധപ്പെട്ട് വരുന്ന മേഖലയാണ്. അപ്പോൾ യാത്രകൾ എത്ര കാലം നിലനിൽക്കുന്നു അത്രയും കാലം ഈ മേഖല നിലനിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് നമുക്ക് ധൈര്യത്തോടു കൂടി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയും കൂടെയാണ് ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എയുടെ കടന്നുകയറ്റം വളരെ വലിയ രീതിയിലെ വെല്ലുവിളിയാണ് എല്ലാ മേഖലയും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലെല്ലാ ഡിപ്പാർട്ട്മെന്റും നമുക്ക് എനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റൂല. കാരണം ഇത് കസ്റ്റമറുമായി ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു മേഖലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് ചൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മേഖലയാണ് ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള തൊഴിൽ സാധ്യതകൾ, അതായത് ജോബ് പ്രൊഫൈൽസുകളാണ് നമുക്ക് വരുന്നത്, ജോബ് അവസരങ്ങളാണ് വരുന്നത്, നമുക്ക് ഉദ്ദേശം നോക്കാം. അപ്പോൾ ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അനവധി കമ്പനികളും ഇൻഡസ്ട്രീസും വരുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിലെ ജോലി സാധ്യതകൾ വരുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനികളും ഇൻഡസ്ട്രീസും ഏതൊക്കെല്ലാം നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയുള്ള പ്രൊഫഷണൽ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി പോകുന്നൊരു സ്ഥാപനമാണ് ട്രാവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാവൽസിൽ അനവധി പൊസിഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ട്രാവൽ കൺസൾട്ടന്റ്, ടൂർ കോർഡിനേറ്റർ, ടിക്കറ്റിംഗ് ഏജന്റ്, ഇങ്ങനെയുള്ള അനവധി തൊഴിലവസരങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ടൂർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പോകാൻ ഒരു പ്രൊഫഷണൽ ഗൈഡൻസിന് വേണ്ടി നിങ്ങൾ പോകുന്നൊരു സ്ഥലമാണ് ടൂർ കമ്പനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ടൂറുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള സഹായങ്ങളും അവർ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ ടൂർ കോർഡിനേറ്റർ, ടൂർ മാനേജർ, ഇങ്ങനെയുള്ള പല ജോബ് പ്രൊഫൈൽസും വരുന്നുണ്ട്. ഇനി ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിലൂടെയാണ്. അതായത് ഒന്നുകിൽ എയറിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ റെയിലിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ റോഡിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ സീയിലൂടെ ആയിരിക്കാം. അപ്പോൾ ഈ പറയുന്ന 4 മേഖലകളും ട്രാവൽ ആൻഡ് ടൂറിസം സപ്പോർട്ട് ചെയ്യുന്ന കമ്പനികളും ഇൻഡസ്ട്രികളുമാണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം എയറിലേക്ക് വരാം. അപ്പോൾ എയർ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് എയർപോർട്ടിലാണ്.
അപ്പോൾ എയർപോർട്ടാണ് എയർ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ആ ഒരു പ്രിമൈസസ് എന്ന് പറയുന്നത്, ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ അനവധി ജോബ് സാധ്യതകൾ എയർപോർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എയർപോർട്ടിനെ പറ്റി അവസരങ്ങളെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും എയർപോർട്ടിൽ വ്യത്യസ്ത ജോബ് സാധ്യതകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ജോബ് അവസരങ്ങൾ വരുന്നുണ്ട്. അത് അവിടേക്ക് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇമിഗ്രേഷൻ, കസ്റ്റംസ് ഇങ്ങനെയുള്ള ഗവൺമെന്റ് ജോബിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് അതിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അതിൽ കസ്റ്റമർ സർവീസ്, റാമ്പ്, അതേപോലെ സെക്യൂരിറ്റി 3 മേഖലകളായും വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അനവധി ജോബ് അവസരങ്ങൾ അവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെയുള്ള പല കമ്പനികളും ഇൻഡസ്ട്രീസും എയർപോർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടി ചേർന്നിട്ടാണ് ഒരു നല്ലൊരു സർവീസ് കസ്റ്റമേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ഏജൻസികൾ വരുന്നുണ്ട്, എയർലൈൻസിന് വരുന്നുണ്ട്, അതേപോലെ തന്നെ കൺസെഷണറീസ് വരുന്നുണ്ട്, അതേപോലെ IT കമ്പനികൾ വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ കോപ്പറേറ്റ് ചെയ്തിട്ടാണ്, ഒരു ടീമായിട്ടാണ് എയർപോർട്ടിൽ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് എയർപോർട്ടിൽ നല്ലൊരു സർവീസ് കസ്റ്റമേഴ്സ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അനവധി തൊഴിലവസരങ്ങൾ വരുന്നുണ്ട്. ഇനി നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്നത് റിസോർട്ടുകൾ, ഹോട്ടൽസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ ഈ 2 മേഖലകളും ട്രാവൽ ആൻഡ് ടൂറിസം സപ്പോർട്ട് ചെയ്യുന്ന കമ്പനികളാണ്. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈറ്റ് കാണുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ട്രാൻസ്പോർട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാർ റെന്റൽ കമ്പനികൾ, പിന്നെ അതേപോലെ ട്രാൻസ്പോർട്ടിംഗ് കമ്പനി, ഇങ്ങനെയുള്ള കമ്പനികൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 2 കമ്പനികളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മേഖലകളാണ് ട്രാവൽ ആൻഡ് ടൂറിസത്തിന്. ഇനി നിങ്ങൾ തീം പാർക്കുകൾ, അതേപോലെ സൂകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടും തൊഴിലവസരങ്ങൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ ഈ സീയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കമ്പനിയാണ് ക്രൂയിസ് ഷിപ്പുകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും അനവധി തൊഴിലവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനികളും ഇൻഡസ്ട്രികളുമാണ് ട്രാവൽ ആൻഡ് ടൂറിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനികളും ഇൻഡസ്ട്രികളും എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിലെ കോഴ്സുകൾ വരുന്നത്. അപ്പോൾ ഇതിലെ കോഴ്സുകളെ പ്രധാനമായും നമുക്ക് 4ആയി തരംതിരിക്കാം. ട്രാവൽ ആൻഡ് ടൂറിസം റിലേറ്റ് ചെയ്ത കോഴ്സുകൾ, അതേപോലെ ഏവിയേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കോഴ്സുകൾ, അതേപോലെ ലോജിസ്റ്റിക്സ് റിലേറ്റ് ചെയ്ത് വരുന്ന കോഴ്സുകൾ, അതേപോലെ എയർ കാർഗോ റിലേറ്റ് ചെയ്ത് വരുന്ന കോഴ്സുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള 4 മേഖലകളായിട്ട് നമുക്ക് മെയിനായിട്ട് തരംതിരിക്കാം. ഇതിനുള്ളിൽ അനവധി കോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കോഴ്സുകൾ ഏതെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ വരുന്നുണ്ട്, അതേപോലെ ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ വരുന്നുണ്ട്, ഡിപ്ലോമ പ്രോഗ്രാമുകൾ വരുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ഇതിൽ MBA എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ് വരുന്നുണ്ട്, അതിൽ MBA ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് വരുന്നുണ്ട്, അതുപോലെ MBA എയർ കാർഗോ ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് വരുന്നുണ്ട്. ഇനി ഗ്രാജുവേഷൻ പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് BBA എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ് വരുന്നുണ്ട്, ബാച്ചലർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റഡീസ് വരുന്നുണ്ട്, അതുപോലെ BBA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഡിപ്ലോമ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്ലോമ പ്രോഗ്രാമാണ് അയാട്ട എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനാണ് അയാട്ട എന്ന് പറയുന്നത്. എയർലൈൻസിനെ നിയന്ത്രിക്കുന്ന ഓർഗനൈസേഷനാണ് അയാട്ട എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്ത ആളുകൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അയാട്ടയുടെ വ്യത്യസ്ത ട്രെയിനിങ് പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ അയാട്ട എയർപോർട്ട് ഓപ്പറേഷൻസ്, അതേപോലെ അയാട്ട ട്രാവൽ ആൻഡ് ടൂറിസം കൺസൾട്ടന്റ്, അയാട്ട ഫൗണ്ടേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം, അയാട്ട എയർ കാർഗോ ഇൻട്രൊഡക്ടറി കോഴ്സ്, അയാട്ട എയർലൈൻ കസ്റ്റമർ സർവീസ്, അയാട്ട പാസഞ്ചർ ഗ്രൗണ്ട് സർവീസ്, അനവധി പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ അയാട്ടന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ വിത്തിൻ 1 ഇയറിനുള്ളിൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റിനോട് കൂടിയിട്ട് ലോകത്തിൽ എവിടെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സർട്ടിഫിക്കേഷനോട് കൂടിയിട്ട് ഈ കോഴ്സ് പഠിച്ചിറങ്ങാം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് വളരെയധികം കുട്ടികൾ വെറുതെ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഏത് കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാലും ആ കോഴ്സ് പഠിക്കുന്ന സമയത്ത് തന്നെ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നതിന് വേണ്ടി എന്തൊക്കെ സ്കില്ലാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ ട്രാവൽ ആൻഡ് ടൂറിസം മേഖല എന്ന് പറഞ്ഞാൽ ഇതൊരു ലോക്കലായിട്ടുള്ളൊരു ജോബല്ല, ഇതൊരു ഇന്റർനാഷണൽ എക്സ്പോഷറാണ് ഇതിൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലാംഗ്വേജിൽ വളരെ മാൻഡേറ്ററി ആണ്. അണ്ടർസ്റ്റാൻഡിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗെറ്റ് എ ജോബ് ഇറ്റ്സ് ഇൻഡസ്ട്രി ആക്ച്വലി. ആൻഡ് ആൾസോ കമ്മ്യൂണിക്കേറ്റീവ് ഹിന്ദി ആൾസോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ ആക്ച്വലി. അതേപോലെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി മസ്റ്റ് ആണ് ഇതിൽ. കാരണം ഇന്ന് നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഇല്ലാതെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതും ഇതിൽ വേണ്ട ഒരു സ്കില്ലാണ്. അതേപോലെ ഇന്റർവ്യൂ സ്കില്ലുകൾ നിങ്ങൾ ഇമ്പാർട്ട് ചെയ്യണം, പഠിച്ചെടുക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഏവിയേഷനിലൊക്കെ നിങ്ങൾ എയർലൈൻ ജോബിനൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ അതിന് വ്യത്യസ്ത റൗണ്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ വളരെ മാൻഡേറ്ററി ആണ് ഈ മേഖലയിൽ ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് എയർപോർട്ടിലൊക്കെ. ഇനി അതേപോലെ തന്നെ അനലിറ്റിക് സ്കില്ല്, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, ഇന്നോവേഷൻ, ക്രിയേറ്റിവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മികച്ചൊരു കരിയർ നിങ്ങൾക്ക് ഇതിൽ നേടിയെടുക്കാൻ കഴിയും. കാരണം അത് പറയാൻ കാരണം എന്ന് പറയുന്നത് നമ്മളൊരു 2010 മുന്നൊക്കെ നമുക്ക് ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ എയർപോർട്ടുകൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. പക്ഷെ ഇന്ന് നമുക്ക് ഏകദേശം 300ഓളം എയർപോർട്ടുകൾ ഇന്ത്യയിലായിട്ടുണ്ട്. അപ്പോൾ ഇനി വരും വർഷങ്ങളും വളരെ വലിയൊരു ഗ്രോത്താണ് നമ്മൾ ഈ ഒരു മേഖലയിൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ
മേഖലയിൽ തൊഴിൽ സാധ്യതകൾ വരും വർഷങ്ങളിൽ വളരെയധികം കൂടുന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എത്ര പെട്ടെന്ന് ഈ കോഴ്സ് പഠിക്കുന്നു അത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മികച്ചൊരു കരിയർ നിങ്ങൾക്ക് ഇതിൽ നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിക്കുന്നു. ഈ ഒരു വീഡിയോ ഈ ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അതേപോലെ ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അതുപോലെ കഴിഞ്ഞ കുട്ടികൾക്കും ഉപയോഗപ്രദമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.